ഇന്നത്തെ ദിവസം ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വേസ്റ്റ് ഓയിൽ കളക്ട് ചെയ്ത ബോട്ടിൽ കൊണ്ടുപോവാണ്. ഇനി ഇത് അവിടെ പോയി മെഷീനിൽ ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയ ബോട്ടിൽ കിട്ടും. ഞാൻ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ വേസ്റ്റ് വരുന്ന ഓയിൽ കളയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ ചില കാര്യങ്ങളും. യൂസ് ഇല്ലാത്ത കാര്യങ്ങൾ കറക്റ്റ് ടൈമിൽ ഒഴിവാക്കണം. അത് ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനമായിരിക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു സാധനം കളയുമ്പോൾ നമുക്ക് തോന്നും എന്തിനാ വെറുതെ കളയുന്നത്, കുറച്ചുകൂടി വെക്കാൻ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ തോന്നും കാശ് കൊടുത്ത് വാങ്ങിയല്ലേ ഇപ്പം കളയണ്ടാന്ന്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ലിവിങ് സ്പേസിൻ്റെ ഭംഗി കുറക്കും എന്നല്ലാതെ വേസ്റ്റ് അടിഞ്ഞുകൂടും എന്നല്ലാതെ ചിലപ്പോൾ ഒരു 5-6 വർഷമായിട്ട് യൂസ് ചെയ്യാത്ത സാധനം വരെ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ കളയേണ്ട സാധനം കളയേണ്ട സമയത്ത് കളയുമ്പോഴല്ലേ നമ്മളെ ലിവിങ് സ്പേസ് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആവുക. അതല്ലേ ശരിക്കും നമ്മുടെ മൈൻഡ്ഫുൾ ലിവിങ്ങിന് ആവശ്യം. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വഭാവവും. എത്ര അനുഭവിച്ചാലും പഠിക്കാത്ത സ്വഭാവം ആവരുത് നമ്മുടേത്. നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നവരെയോ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഷുഗർ കോട്ടഡ് വർത്താനം പറഞ്ഞ് അപ്പുറം പോയി മോശം പറയുന്നവരെയോ, അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയും തിരിച്ച് കാണിക്കാത്തവരെയും അതേ ആംഗിളിൽ കാണാൻ നമുക്കും പറ്റണം. അവിടെയായിരിക്കും നമ്മുടെ സമാധാനം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എക്സ്പീരിയൻസ് ഇസ് ദി ബെസ്റ്റ് ടീച്ചർ എന്നാണല്ലോ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കണ്ടാ പഠിക്കാത്തവൻ കൊണ്ടാ പഠിക്കുന്നു. അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. അപ്പം എൻ്റെ ജെന്യൂൻ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഫോളോ ആവരുത് കേട്ടോ ഫേക്ക് സ്മൈലിലും അല്ലെങ്കിൽ ഷുഗർ കോട്ടഡ് വേർഡ്സിലും. എപ്പോഴും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക, ആൻഡ് സമാധാനത്തിലിരിക്കുക. ബൈ.